സുഹൃത്തുക്കളെ, അങ്ങനെ നോമ്പ് 5 മഴി. അങ്ങനെ പതിവ് പോലെ ഞാൻ എൻ്റെ പുല്ലങ്കോട് ട്രിപ്പുമായി സുബൈക്ക് 5 മണിക്കിറങ്ങി. അങ്ങനെ സുഖേട്ടന് വണ്ടി കയറ്റിയത് അവരെ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഇറക്കി തിരിച്ചു വരികയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പെരച്ചോറും കഴിച്ചു. അങ്ങനെ പുല്ലങ്കോട് എസ്റ്റേറ്റ് വഴി ഇങ്ങനെ പോരാണ്. കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് പുല്ലങ്കോട്. തിരിച്ച് നാട്ടിലെത്തിയതാ ഉമ്രാക്കാനും വൈഫിനും അങ്ങനെ ചുങ്കത്ത് കൊണ്ടാക്കി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഉമ്രാക്ക് 50 രൂപ വാടകയും തന്ന് അത് നേരെ നമ്മളെ പോക്കറ്റിലിട്ട് അങ്ങാടിയിൽ ഇതാ ചില്ലറ ഓട്ടങ്ങളൊക്കെ ഓടി. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അദ്വൊക്കെ ക്യാബേജ് വെട്ടിക്കൊണ്ടിരിക്കണം. അപ്പുറത്ത് അപ്പുട്ടനും തള്ളി മറിച്ചുകൊണ്ടിരിക്കണം. നാസറാക്ക് ഫോണിൽ തോണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞാപ്പ് അന്തം മുട്ടിരിക്കണം. കുഴപ്പമില്ലാത്ത ഓട്ടൊക്കെ ഓടിക്കാണ്ട് കുഞ്ഞാപ്പൂൻ്റെ കടി കയറിങ്ങാണ്ട് കുറച്ച് മുന്തിരി വാങ്ങി. ഇതാ കാണുന്ന ചെറുക്കന് ഫോൺ എടുത്താൽ ഭയങ്കര മടിയാണ് ക്യാമറക്ക് പോസ് ചെയ്യുന്നത്. അതും കഴിഞ്ഞ് നമ്മളതാ ചെറുക്ക ചിക്കൻ സ്റ്റാളിൽ നിന്ന് ഒരു 200 രൂപയുടെ ചിക്കനും വാങ്ങി നേരെ വീട്ടിലേക്ക്. ആ കാണുന്ന വത്തക്കയും കുറച്ച് ഫ്രൂട്ട്സുമായിട്ട് വീട്ടിൽ കയറി. ഈ വത്തക്ക തന്നെ നമ്മൾ തങ്ങൾ ആറ്റപ്പ് മദ്രാസിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു വന്ന വത്തക്കയാണ് അൽഹംദുലില്ലാഹ്. പിന്നെ ചിക്കുവിൻ്റെ അടുത്ത് പോയി ഒരു ഗുളികയും വാങ്ങി നേരെ പാണ്ടിക്കാട്. എനിക്ക് കയറ്റാൻ കയറ്റിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ കയറ്റി തരാം. നൂറാണ്. പിന്നെ അങ്ങനെ കുറച്ച് നേരം നിൽക്കാതെ അങ്ങനെ കുഴപ്പമില്ലാത്ത ഓട്ടൊക്കെ ഓടി. ചില്ലറ ഓട്ടങ്ങൾ ഇതാ അളിയനും കുളിയനൊക്കെ ഓടി. മാധവൻ്റെ ഗ്യാസും കുറ്റിയും കൊണ്ടിടക്ക്. ഇന്നത്തെ അവസാനത്തെ ഓട്ടം ഈ 2 ചെമ്പ് ലക്ഷ്യസ്ഥലത്തെത്തിക്കാന്നുള്ള ഒരൊറ്റ ഓട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ ചെന്നു മോമോസും നൂഡിൽസും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ അടിച്ച് നോമ്പ് തുറന്നു അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞിട്ടല്ല കലാപരിപാടി നടക്കുന്നത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതാ തിരിച്ചു വന്നു. ഭക്ഷണത്തിനോടുള്ള യുദ്ധത്തിൽ വീണ്ടും ഞാൻ ഏർപ്പെട്ടു. അങ്ങനെ ചിക്കനും പപ്പടം നെയ്ച്ചോറും ഉള്ളിയും വെള്ളവും ചാഴയൊക്കെ ആയിട്ട്